ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് ഉൾപ്പെടെയാണ്, കീഴുദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ്. അതിനെയാണ് ഇന്നിപ്പോൾ PV അൻവർ MLA പരിഹസിക്കുന്നത് നമ്മൾ കണ്ടത്. പ്രതിപക്ഷവും ഇതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് തുടർ നീക്കങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? വിനിത, ഇന്ന് ഉച്ച 12:30 പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ DGP തല ഉന്നത യോഗം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ആരംഭിച്ചത്. പ്രധാനമായും 3 പരാതികളാണ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഇന്നത്തെ യോഗത്തിൽ ഇവർ ചർച്ച ചെയ്തത്. അതിൽ ഒന്ന് ADGP മുഖ്യമന്ത്രിക്ക് തനിക്കെതിരായി വന്ന ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് നൽകിയ പരാതിയാണ്. മറ്റൊന്ന് PV അൻവർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ADGPക്കെതിരെ നൽകിയ പരാതിയും, മറ്റൊന്ന് PV അൻവർ തന്നെ മലപ്പുറം പോലീസ് മേധാവിക്ക് മരമുറി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് SP സുജിത് ദാസിനെതിരെ നൽകിയ പരാതി. ഇങ്ങനെ ഈ 3 പരാതികളാണ് ഈ സംഘം ചർച്ച ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 2:15 ഈ യോഗം അവസാനിച്ചു എന്നും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. പ്രധാനമായും ഈ ഘട്ടം ഘട്ടമായി, അതായത് 3 ടീമുകളായോ അല്ലെങ്കിൽ ഓരോരോ ടീമുകളായോ തിരിച്ചുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരമൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന് PV അൻവറിന്റെ മൊഴി എടുക്കുന്നത് അടക്കമുള്ള തീരുമാനത്തിലേക്ക് യോഗം ചർച്ച ചെയ്തു എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ 3 പ്രധാനമായും 3 പരാതികൾ അന്വേഷിക്കുമെന്നുള്ളതാണ്. ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികളിൽ അടിയന്തരമായി തന്നെ ഇടപെടുമെന്നും ഒപ്പം മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും പ്രതികരിക്കുമ്പോൾ, അന്വേഷണം അന്തിമമായി മുന്നോട്ട് പോകുമെന്നും പറയുമ്പോൾ അതിൽ ചില ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വാർത്തയായി വന്ന ഈ ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ അന്വേഷിക്കുന്നത് DGPയുടെ നേതൃത്വത്തിലാണെങ്കിൽ പോലും ADGP റാങ്കിന് താഴെയുള്ള മറ്റുദ്യോഗസ്ഥരാണ്, 4 ഉദ്യോഗസ്ഥരാണ് ഇതിലുള്ളത്. ഇതിൽ 2 ഉദ്യോഗസ്ഥരും ADGPക്ക് കീഴിൽ ലോ ആൻഡ് ഓർഡർ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന 2 ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഏത് ദിശയിലേക്ക് പോകും അല്ലെങ്കിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ അന്വേഷണ സംഘം പ്രത്യേക SIT ടീം യോഗം ചേർന്നതിന് ശേഷമുള്ള വിവരം പൂർണ്ണമായും നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഉടൻ ആ വിവരം ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങൾ ശേഖരിക്കുക. എന്താണ് അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം ADGPക്കെതിരായ അന്വേഷണമാണ്. DGP തന്നെ നേതൃത്വം നൽകുന്നു. ADGPയെ മാറ്റി നിർത്താതെയുള്ള അന്വേഷണത്തിൽ DGPക്ക് അതൃപ്തിയും ഉണ്ടായിരുന്നു. അപ്പോൾ ADGPക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥർ എങ്ങനെയായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്ന് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്.